ഇന്ന് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം എണ്ണ ചൂടായപ്പോൾ ഇത്തിരി കടുകിടുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. എല്ലാവർക്കും പൊതുവെ ഉപ്പുമാവ് എന്ന് പറഞ്ഞ ഒരു ഇഷ്ടക്കുറവുണ്ട്. പക്ഷെ ഈ ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപ്പുമാവിനോട് ഇഷ്ടം വരും. അങ്ങനെ ഒരു ഉപ്പുമാവാണ് ഇത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് പകുതി ഗോൾഡ് കളർ ആവുന്ന മാതിരി വറക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്, വഴഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഇതിലേക്ക് റവയുടെ 3 ഇരട്ടി വെള്ളം, 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം, ആ കണക്കിൽ വെള്ളം ഒഴിക്കണം. മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ചൂടാക്കി വെച്ചതാണ്. എന്നിട്ട് ഇതിലേക്ക്, ഇതാണ് ടിപ്പ് നിങ്ങൾക്ക് തരുന്നത് സ്പെഷ്യലായിട്ട്, ഇതിൽ ഉപ്പ്, കുറച്ച് 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂണ് നെയ്യ്, ഈ 3 സാധനങ്ങൾ ചേർക്കണം ഈ വെള്ളത്തിൽ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ സോഫ്റ്റാണ് ഉപ്പുമാവ് വരിക. നെയ്യും പഞ്ചസാരയാണ് എക്സ്ട്രാ കൂട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം എല്ലാവരും ഇടുന്നതായിരിക്കും. അണ്ടിപ്പരിപ്പും നെയ്യാണ് എക്സ്ട്രാ കൂട്ടിയിരിക്കുന്നത്. ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച കാരണം അത് പെട്ടെന്ന് തിളച്ചു. ഈ നേരത്തെ റവ കുറേശ്ശായിട്ട് കട്ട പിടിക്കാണ്ട് ഇടുക. അപ്പോൾ ഇത് ഇവിടെ ശരിയായിട്ടുണ്ട്. 1 മിനിറ്റ് ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. കണ്ട, ഇതാണ് നല്ല ഉപ്പുമാവ് എന്ന് പറയുന്നത്. അത് വായിലിട്ടങ്ങനെ അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ് ഇത്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റായിട്ട്
സൂപ്പറുണ്ട്. നെയ്യിൻ്റെ മണം അണ്ടിപ്പരിപ്പിൻ്റെ മണമൊക്കെ സൂപ്പറാണ് നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.